Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. ഈ പുതിയ വർഷം, This new year, life wholly dedicated to God. ജീവിതം പൂർണ്ണമായി കർത്താവിനായി സമർപ്പിക്കപ്പെടണം. അങ്ങനത്തെ ഒരു വർഷമായിരിക്കണം ഈ പുതിയ വർഷം. That should be how this new year is going to be. നമ്മുടെ ജീവിതം പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കണം. And we should wholly dedicate our lives to the Lord. ലൂക്കോസ് 22:42 പഠിക്കുമ്പോൾ, When we study the book of Luke chapter 22 verse 42. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. Father, if you can, please turn this cup away from me. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, But yet not my will, നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചു. but your will be done. That's what Jesus prayed. ആമേൻ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, Lord, if you can and if you will, ഈ കൈപ്പുള്ള പാനപാത്രം this bittersome cup, മാറ്റണമേ. take it away. തനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. And he knew what was going to take place. എന്നിട്ട് അടുത്ത വാക്കിൽ പറയുന്നു, And in the very next word it says, പിതാവ് എന്തിനു വേണ്ടി തന്നെ ഭൂമിയിൽ അയച്ചു? for what reason did the Father send the Son? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. There was only one purpose. സകല പാപികളും രക്ഷിക്കപ്പെടണം. All sinners should be saved. ശത്രുവിന്റെ കളത്തിൽ നിന്ന് സ്വർഗീയ കളത്തിലേക്ക് ആമേൻ ജനം എത്തിച്ചേരണം. From the side of the enemy, every sinner should be taken to the side of heaven. ആമേൻ. കർത്താവ് പറയുക, And the Lord was telling, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. what I said was wrong, not my will but your will. Father, if you are willing, take this cup from me. കർത്താവേ, അങ്ങക്ക് കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ. Yet not my will but yours be done. എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കണമേ. ഫിലിപ്പിയർ 2:8 പഠിക്കുമ്പോൾ, So when we study the book of Philippians chapter 2 verse 18, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. and in form of a man he came and he was obedient to the Lord even up to the point of his death on a cross. കർത്താവിന്റെ പിതാവിനോടുള്ള അനുസരണം എത്ര വലുതാണ്. So how great was the Lord's obedience towards his Father. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, In each of our lives, നമ്മുടെ കർത്താവിനോടുള്ള അനുസരണം വളരെ വലുതായിരിക്കും. our obedience to the Lord should be great and immense. എങ്ങനെയാണ് അനുസരിക്കുന്നത്? So how can we be obedient? ആമേൻ. ഈ ബൈബിൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു. The Bible is written by the Holy Spirit. അത് പിതാവിന്റെ ഒരു ശബ്ദമാണ്. And it is the voice of the Father. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. In the beginning was the Word was with God, and the Word was God. ഈ വചനം നാം അനുസരിക്കുമ്പോൾ, As we obey this word, അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സറണ്ടർ ചെയ്തിരിക്കുന്നു. that means that we have surrendered in the presence of God. അവിടെ അതാ എഴുതിയിരിക്കുന്ന, ലൈഫ് ഹോളി ഡെഡിക്കേറ്റഡ് ടു ഗോഡ്. So that is what is written there. ജീവിതം സമ്പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിക്കണം. ഈ പുതിയ വർഷം നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കണം. In this new year we need to dedicate our entire lives to the Lord. മദ്യപാനം, വെറുക്കൂത്ത്, വേണ്ടാത്തതെല്ലാം ഉപേക്ഷിക്കണം. Alcoholism, fleeting words, all these things should be cast away. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നത് നിർത്തിക്കളയുക. We should stop living a life where we do not know the Lord. ആമേൻ. ഡ്രഗ്സ്, പലതിനും അടിമപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുക. We need to cast away every addiction, including addiction to drugs. നിങ്ങളൊരു സഭ മാറുന്ന കാര്യമല്ല പറഞ്ഞത്. I'm not talking about you changing your church. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം അനുസരിക്കണം. You need to obey the holy word, holy Bible. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. That is a great blessing. ഇന്ന് നിങ്ങൾ ഓർക്കേണ്ടത്, Today what you need to be reminded is, ദൈവത്തിന്റെ വലിയൊരു ബ്ലെസ്സിംഗ് നിങ്ങളുടെ മേൽ വരുന്നു. God's great blessing is coming upon you. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, Today morning I am asking you, നിങ്ങളുടെ ജീവിതം യേശുവിനായി പൂർണ്ണമായി സമർപ്പിക്കുമോ? will you surrender your whole life to the Lord? നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ഓർക്കണ്ട. Do not think about your failures in life. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്നത് കണ്ടുകൊള്ളുവീൻ. The Lord is going to do something and you need to be prepared, anticipating to see the work of the Lord. ജീവിതം ലോസ് ആയി കാണും. In your life you might have suffered many losses. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഒരു ആത്മഹത്യയല്ല. In right now you might be thinking that the solution to your problem is
suicide. ഡിവോഴ്സ് അല്ല. It is not divorce. ആമേൻ. നിങ്ങൾ യേശുവിലേക്ക് വരിക. You need to come to Jesus. നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ മാറ്റം വരും. And there will be change in your inner man. അകത്തെ മനുഷ്യനിൽ മാറ്റം വരുമ്പോ And as the change happens in your inner man, നിങ്ങളുടെ ഹോൾ ഫാമിലി സന്തോഷിക്കും. your whole family will rejoice. ആമേൻ. ഫാമിലിയിൽ നിങ്ങൾ പാപ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ Oh, as you live in a sinful lifestyle in your family, കുടുംബമെല്ലാം ബ്രോക്കൺ ആകും. your whole family will be broken. എല്ലാം മാറ്റിക്കളയുക. Oh, you need to take them all away. നിങ്ങളുടെ കുടുംബം ഉടയ്ക്കുന്നത്, ദൈവത്തെ ഇല്ലാതാക്കുന്നതെല്ലാം നിങ്ങൾ മാറ്റിക്കളയുക. Whatever takes God away from your family, whatever takes your family to brokenness, you need to cast them all away. കർത്താവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. Oh, our body is a temple of God. ഈ മന്ദിരത്തിൽ യേശു വസിക്കണം. And Jesus should dwell in this temple. അവൻ ഈ അശുദ്ധിയിൽ വസിക്കുന്നവനല്ല. Oh, he is not a God who dwells in unholiness. കർത്താവ് വിശുദ്ധനാണ്. Our Lord is holy. അവൻ വിശുദ്ധിയിൽ വസിക്കുന്നവൻ. And he dwells in holiness. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. There is only one thing that the Lord desires of us. കർത്താവിനെ പോലെ വിശുദ്ധനായി മാറണം. We should be as holy as our Lord. ഇന്ന് ഈ സമയം ഒരു തീരുമാനമെടുക്കൂ. And at this time, take a decision. യേശുവേ, എന്റെ ഹൃദയം ഞാൻ അങ്ങേയ്ക്കായി തരുന്നു. Lord, I give my heart to you. എന്റെ പാപമെല്ലാം അങ്ങ് ക്ഷമിക്കണം. Forgive me of all my sins. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് പറയൂ. Oh, wherever you are in your heart, tell this. അവൻ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. He will heal your diseases. കർത്താവേ, Lord, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for this people. ഈ പുതിയ വർഷം, This new year, ഈ ദൂത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. may this prophecy turn their lives around. ഒരു വലിയ ചലനമുണ്ടാകട്ടെ. Let there be a great move. ഒരു വലിയ ചലനമുണ്ടാകട്ടെ. Let there be a great move. അങ്ങ് അത്ഭുതം ചെയ്യണം. Lord, do a great miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name, ആമേൻ. amen. God bless you. Love you.